ഖന്തഖ് യുദ്ധത്തിന് അഹ്സാബ് യുദ്ധം എന്നും ഒരു പേരുണ്ട്. അഥവാ മദീനയെ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ എല്ലാവരും കൂടി ഒരുമിച്ചുകൂടി ആക്രമിച്ച ഒരു യുദ്ധമായിരുന്നു ഖന്തഖ് യുദ്ധം. അതുകൊണ്ടാണ് അതിന് അഹ്സാബ് യുദ്ധം എന്നുകൂടി പേര് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ ഒരു ലീഡർ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ മദീനയിലെ ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക്, മദീനയുടെ സംരക്ഷകനായ അള്ളാഹുവിൻ്റെ റസൂലിന് ഒരുപാട് ചിന്തകൾ ഉണ്ടാക്കി കൊടുത്ത ഒരു യുദ്ധമായിരുന്നു അത്. അഥവാ ഏത് സമയത്തും മദീനയ്ക്ക് ആർക്കും കയറി ആക്രമിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീരുമാനിക്കുകയാണ്. അതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങൾ ധീരരാണെന്നും മുസ്ലിമീങ്ങളോട് എതിരിടാൻ മറ്റുള്ളവർ ഇനി വരരുത് എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പല ഭാഗങ്ങളിലേക്കും ഓരോ കൂട്ടം സ്വഹാബികളെ, വിദഗ്ധരായ സ്വഹാബികളുടെ നേതൃത്വത്തിൽ പറഞ്ഞയച്ചിട്ടുണ്ട്. അങ്ങനെ 47 സരിയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും മുസ്ലിമീങ്ങൾ 5 നേരം തിരിഞ്ഞു നിസ്കരിക്കുന്ന പരിശുദ്ധ കഅബാലയത്തിലേക്ക് കടന്നു ചെല്ലാനോ ഹജ്ജും ഉംറയും നിർവഹിക്കാനോ മുസ്ലിമീങ്ങൾക്ക് അവകാശമുണ്ടായിരുന്നില്ല. ആ സമയത്താണ് ഹിജ്റ 6-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു സ്വപ്നം കാണുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമും മസ്ജിദുൽ ഹറമിലേക്ക് ചെല്ലുകയും മുടി കളയുകയും ചെയ്യുന്നതായിരുന്നു സ്വപ്നം. അള്ളാഹുവിൻ്റെ റസൂൽ സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, നമുക്ക് ഉംറ നിർവഹിക്കണം, എല്ലാവരും ഒരുങ്ങുക. 1500 സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേതൃത്വത്തിൽ ഉംറ നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടുകയാണ്. മദീനയിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരെയുള്ള ദുൽഹുലൈഫ എന്ന മീഖാത്തിലെത്തി, ഇന്ന് അബിയാർ അലി എന്നറിയപ്പെടുന്ന മീഖാത്തിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തുൽ കിറാമിൽ ഭൂരിപക്ഷം സഹാബികളും ഇഹ്റാം ചെയ്തു. കുറച്ച് സഹാബികൾ ജുഹ്ഫ എന്ന മീഖാത്തിൽ വെച്ചാണ് ഇഹ്റാം ചെയ്തത്. ഏതാണെങ്കിലും സ്വഹാബത്തുൽ കിറാം ഉംറ ലക്ഷ്യമാക്കി, പരിശുദ്ധ ഹറം ലക്ഷ്യമാക്കി മുന്നോട്ട് നീങ്ങി. തങ്ങളൊരു യുദ്ധത്തിനുള്ള വരവല്ലെന്നും തവാഫ് ചെയ്യുകയും ഉംറ നിർവഹിക്കുകയും ചെയ്യലാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും കാണുന്നവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഹദിയയ്ക്കുള്ള മൃഗങ്ങളെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നിൽ നടത്തിയത്. 200 ഒട്ടകങ്ങളായിരുന്നു അവർക്ക് യാത്ര ചെയ്യാനുണ്ടായിരുന്ന വാഹനങ്ങൾ. ഒരാളും ആയുധങ്ങൾ ധരിച്ചിരുന്നില്ല. സമാധാനപരമായ ഉംറ നിർവഹണത്തിന് വേണ്ടിയുള്ള മക്കയിലേക്കുള്ള യാത്ര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അസ്ഫാൻ എന്ന സ്ഥലത്തെത്തിയപ്പോൾ ഖുറൈശികൾ ദൂത്തുവ എന്ന സ്ഥലത്ത് തമ്പടിക്കുകയും ഒരു കാരണവശാലും മുഹമ്മദിനെയും അനുയായികളെയും മക്കയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് ശപഥം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്ന വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അറിയുകയാണ്. ഈ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരനായ ബുസുർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വിവരം കൊടുക്കുകയാണ്, ഖാലിദ് ഇബ്നു വലീദിന്റെ നേതൃത്വത്തിൽ 200 പടക്കുതിരകളുമായി ബുറാഉൽ ഗമീം എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട് മുസ്ലിമീങ്ങളെ ആക്രമിക്കാനെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധം ലക്ഷ്യമാക്കിയുള്ള യാത്ര അല്ലാതിരുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ റസൂല് മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് പുറപ്പെടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഹുദൈബിയയുടെ പരിസരത്തുള്ള സനിയത്തുൽ മുറാർ എന്ന സ്ഥലത്തെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഒട്ടകം അവിടെ മുട്ടുകുത്തുകയാണ്. സഹാബത്ത് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഹലഅത്തിൽ ഖസ്വാ, ഹലഅത്തിൽ ഖസ്വാ. അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഒട്ടകം ഖസ്വാ മുട്ടുകുത്തിയിരിക്കുന്നു, ഒട്ടകം മുട്ടുകുത്തി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഒട്ടകം സ്വമേധയാ മുട്ടുകുത്തിയതല്ല, ആനപ്പടയെ തടഞ്ഞ രക്ഷിതാവാണ് ഒട്ടകത്തെ മുട്ടുകുത്തിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒട്ടകത്തിന്റെ മുകളിലിരുന്നൊന്ന് ഇളകിയപ്പോൾ ഒട്ടകം എഴുന്നേറ്റ് നിന്നു. അവിടെ ബുദൈൽ ഇബ്നു വറഖ ഖുസാഅത്ത് ഗോത്രക്കാരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുമുട്ടുകയാണ്. ഖുസാഅത്ത് ഗോത്രക്കാർ സ്വതവേ സമാധാനപ്രിയരായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളോട് പ്രത്യേകം സഹിഷ്ണുതയുള്ള ആളുകളുമായിരുന്നു. ബുദൈൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഖുറൈശികൾ ഹുദൈബിയയുടെ വെള്ളമുള്ള പ്രദേശത്ത് തമ്പടിച്ചിട്ടുണ്ട്. അവർ നിങ്ങളോട് യുദ്ധം ചെയ്യാനും മക്കയിൽ നിങ്ങൾ പ്രവേശിക്കുന്നതിൽ നിന്ന് തടയാനും സജ്ജമായി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞങ്ങളൊരു യുദ്ധത്തിന് തയ്യാറായി വന്നവരല്ല, മറിച്ച് ജിഇനാ മുഅ്തമിരീൻ, ഞങ്ങൾ ഉംറ നിർവഹിക്കാൻ വന്നവരാണ്. മാത്രമല്ല ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം അവർ പല യുദ്ധങ്ങൾ നടത്തി വല്ലാതെ ക്ഷീണിതരാണവർ. അതുകൊണ്ട് തന്നെ ഒരു ഇടവേള അവർക്കും ആവശ്യമാണ്. അതല്ല, യുദ്ധം ചെയ്തേ പറ്റൂ എന്നുണ്ടെങ്കിൽ എൻ്റെ ഉടലിൽ നിന്ന് തല വേർവരിയുന്നതുവരെ അവരോട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറുമാണ്. ഈ വിവരം ഖുറൈശികളെ ബുദൈൽ അതുപോലെ തന്നെ അറിയിക്കുകയാണ്.
ഖുറൈശികൾ ഓരോരുത്തരായി ഒന്നിനു പുറകെ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിച്ചു. അവരെല്ലാം തിരിച്ചുപോയി ഖുറൈശികളുടെ നേതാക്കന്മാരോട് പറഞ്ഞു, മുഹമ്മദ് മക്കത്തേക്ക് ഉംറ നിർവഹിക്കാനും കഅബ സിയാറത്ത് ചെയ്യാനും വന്നതാണ്. അക്രമോദ്ദേശത്തോടെയല്ല മുഹമ്മദിന്റെ വരവ്. അവസാനം ഉർവത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്ന് സംഭാഷണം നടത്തി. ആ സംഭാഷണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉർവത്ത് പെരുമാറുന്നത് കണ്ട് ഇഷ്ടപ്പെടാതിരുന്ന സ്വഹാബത്ത്, പ്രത്യേകിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കം വളരെ കർശനമായ ഭാഷയിൽ ഉർവത്തിനോട് തിരിച്ചു പ്രതികരിച്ചു. ഉർവത്തും അവസാനം മക്ക മുശ്രിക്കീങ്ങളുടെ അടുക്കൽ പോയി പറഞ്ഞത്, വല്ലാഹി ലഖദ് വഫിത്തു അലാ മുലൂക, അല്ലാഹുവാണ് സത്യം, ഒരുപാട് രാജാക്കന്മാരെ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. വഫിത്തു അലാ മലിക്കി കൈസർ വ കിസ്റ വൻ നജ്ജാഷി, കിസ്റ രാജാവിൻ്റെയും കൈസർ രാജാവിൻ്റെയും നജ്ജാഷി രാജാവിൻ്റെയും കൊട്ടാരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. വല്ലാഹി ഇൻ റഅയ്തു മലിക്കൻ ഖത്തു യുഅല്ലിം അസ്ഹാബുഹു മാ യുഅല്ലിം അസ്ഹാബു മുഹമ്മദിൻ മുഹമ്മദ, അല്ലാഹുവാണ് സത്യം, മുഹമ്മദിന്റെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ ബഹുമാനിക്കുന്നത് പോലെ ലോകത്തൊരു രാജാവിനെയും ആ രാജാവിന്റെ അനുയായികൾ ബഹുമാനിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. മുഹമ്മദ് എങ്ങാനും ഒന്ന് കാർക്കിച്ചു തുപ്പിയാൽ ഏതെങ്കിലും ഒരാളുടെ കയ്യിൽ അത് പെടുകയും അവർ അതുകൊണ്ട് അവരുടെ ശരീരത്തെ തടവുകയും ചെയ്യുന്നു. അത്രമാത്രം മുഹമ്മദിനെ അവർ സ്നേഹിക്കുന്നു എന്ന് ഉർവ ഖുറൈശികൾക്ക് വിവരം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുറൈശികളുമായി സംഭാഷണം നടത്തുന്നതിന് വേണ്ടി ഖർറാശ് ബിൻ ഉമയ്യത്തിനെ പറഞ്ഞയക്കുകയാണ്. അവർ ഖർറാശ് ബിൻ ഉമയ്യത്തിന്റെ ഒട്ടകത്തെ കൊന്നു എന്നു മാത്രമല്ല, ഖർറാശിനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ ഖുറൈശികളിൽപ്പെട്ട ചില നേതാക്കൾ ഇടപെട്ട് അത് തടയുകയും ഖർറാശിനെ തിരിച്ചയക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 10 സ്വഹാബികളെ മക്കയിലുള്ള മുശ്രിക്കീങ്ങളുമായി സന്ധി സംഭാഷണത്തിന് വേണ്ടി പറഞ്ഞയച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖുറൈശികളുമായി സംഭാഷണം നടത്തിയപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് പറഞ്ഞു, ഉസ്മാൻ, നിനക്ക് വേണമെങ്കിൽ കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകാം, പക്ഷേ മുഹമ്മദിനെ ഞങ്ങൾ തവാഫ് ചെയ്യാൻ അനുവദിക്കില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ ചെയ്യാത്തൊരു തവാഫ് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനും അത് നിർവഹിക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ 3 ദിവസത്തേക്ക് അവരെ തടങ്കലിലാക്കി. പിന്നീട് മുസ്ലിമീങ്ങളുടെ ഇടയിലേക്ക് ഉസ്മാൻ കൊല്ലപ്പെട്ടു എന്നൊരു വിവരം കൈമാറുകയാണ്. സഹാബത്തുൽ കിറാം ഈ വാർത്ത കേട്ടപ്പോൾ പരിഭ്രാന്തരായി. ഈ സമയത്താണ് ചരിത്ര പ്രസിദ്ധമായ ബൈഅത്തുർ റിദ്വാൻ എന്ന ഉടമ്പടി സഹാബത്തുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തുന്നത്. അല്ലാഹുവിന്റെ റസൂൽ താൻ വിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മരത്തിന്റെ ചുവട്ടിലേക്ക് സഹാബികളെ വിളിച്ചു. സഹാബത്തുൽ കിറാമിനോട്, നിങ്ങൾ ഞാനുമായി ഉടമ്പടി ചെയ്യാൻ, കരാറ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ സഹാബത്തുൽ കിറാമിൽ കുറെ ആളുകൾ മരിക്കുന്നതുവരെ നബിയെ താങ്കളോടൊപ്പം ഞങ്ങൾ നിലനിൽക്കുമെന്ന് കരാറ് ചെയ്തു. കുറെ സ്വഹാബികൾ എന്തു പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ ഇവിടെ നിന്ന് ഓടിപ്പോകില്ല എന്നും കരാറ് ചെയ്തു. ഇതാണ് ചരിത്ര പ്രസിദ്ധമായ ബൈഅത്തുർ റിദ്വാൻ. ഈ ഉടമ്പടിയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫത്ഹിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് ബായഊനക തഹ്ത അഷ്ശജറ, ആ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് നബിയെ താങ്കളോട് മുഅ്മിനീങ്ങൾ ഉടമ്പടി ചെയ്തത് അല്ലാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ബൈഅത്തുർ റിദ്വാൻ. ഈ ബൈഅത്തിനെ സംബന്ധിച്ച്, ഈ ദൃഢപ്രതിജ്ഞയെ സംബന്ധിച്ച് വിവരം ലഭിച്ച ഖുറൈശികൾ നന്നായി ഭയന്നു. അവർ ഉടൻ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിനെ തിരിച്ചയക്കുകയാണ്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി സന്ധി സംഭാഷണം നടത്താൻ വേണ്ടി വാക്ചാതുര്യമുള്ള സുഹൈൽ ഇബ്നു അംറിനെ അവർ ഹുദൈബിയയിലേക്ക് പറഞ്ഞയക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സുഹൈൽ ഇബ്നു അംറും തമ്മിലുണ്ടായ ദീർഘമായ സംഭാഷണത്തിന്റെ ശേഷം അവസാനം 5 നിബന്ധനകളോടുകൂടെ ഉടമ്പടി കരാർ ഒപ്പിടുകയാണ്. ആ 5 നിബന്ധനകളിൽ ഒന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സഹാബത്തും ഈ വർഷം മക്കയിലേക്ക് പ്രവേശിക്കാതെ മദീനയിലേക്ക് തിരിച്ചു പോകണമെന്നതും അടുത്ത വർഷം മക്കയിൽ വന്ന് നിർഭയത്വത്തോടുകൂടെ ഉംറ നിർവഹിക്കുകയും 3 ദിവസം അവർക്ക് മക്കയിൽ താമസിക്കുകയും ചെയ്യാം എന്നതായിരുന്നു. രണ്ടാമത്തെ ഉടമ്പടി, 10 വർഷത്തേക്ക് മുസ്ലിമീങ്ങളും ഖുറൈശികളും തമ്മിൽ പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല എന്നതാണ്. മൂന്നാമത്തത്, മുസ്ലിമീങ്ങളും ഖുറൈശികളും തമ്മിൽ പരസ്പരം അക്രമം നടത്തുകയോ കൊള്ളയടിക്കുകയോ ചെയ്യരുതെന്നും കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന യുദ്ധത്തിന്റെ വൈരാഗ്യം ആരും മനസ്സിൽ സൂക്ഷിക്കരുത് എന്നതുമായിരുന്നു. നാലാമത്തത്, ഏതെങ്കിലും ഖുറൈശികൾ മദീനയിലേക്ക് വരികയാണെങ്കിൽ അവരെ സുരക്ഷിതമായി ഉപദ്രവിക്കാതെ മക്കയിലേക്ക് തിരിച്ചയക്കുകയും അതേസമയം ഏതെങ്കിലും മുസ്ലിമീങ്ങൾ മക്കയിലേക്ക് കടന്നു ചെല്ലുകയാണെങ്കിൽ അവരെ മദീനയിലേക്ക് തിരിച്ചയക്കേണ്ടതില്ല എന്നതുമായിരുന്നു. അഞ്ചാമത്തത്, മുഹമ്മദിനോടൊപ്പം ഉടമ്പടിയിൽ ഒപ്പിടാൻ തയ്യാറുള്ളവർക്ക് അവരുടെ ഇഷ്ടമനുസരിച്ച് അതിൽ ഒപ്പിടാമെന്നും
ഖുറൈശികളോടൊപ്പം നിൽക്കുന്നവർക്ക് അവർക്ക് ഖുറൈശികളോടൊപ്പം നിൽക്കാനുള്ള അനുവാദമുണ്ട് എന്നതുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതനുസരിച്ച് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു ആണ് ഉടമ്പടി എഴുതിയത്. പക്ഷേ സ്വഹാബത്തിന്റെ ഇടയിൽ ശക്തമായ വിമർശനം ഈ ഉടമ്പടിയുടെ പേരിലുണ്ടായി. കാരണം പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരിപൂർണമായും എതിരായ ഒരു ഉടമ്പടിയായിരുന്നു ഇത്. മാത്രമല്ല, ഉടമ്പടി എഴുതുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, റഹ്മാൻ ഞങ്ങൾക്കറിയില്ല, അതുകൊണ്ട് തന്നെ ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതാൻ പാടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുഹൈലിന്റെ അഭിപ്രായം അനുസരിച്ച് ബിസ്മിക അല്ലാഹുമ്മ എന്ന് തന്നെ എഴുതാൻ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് നിർദ്ദേശിക്കുകയാണ്. രണ്ടാമത് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പേര് പറഞ്ഞു കൊടുത്തപ്പോൾ സുഹൈൽ ഇബ്നു അംർ ഇടപെട്ടു. റസൂലുള്ളയാണ് എങ്കിൽ ഞങ്ങൾ മക്കയിൽ നിന്ന് നിങ്ങളെ തടയില്ലല്ലോ, ഞങ്ങൾ റസൂലുള്ളയാണെന്ന് അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ എന്ന് എഴുതണമെന്ന് സുഹൈൽ വാശി പിടിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനോട് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നത് വെട്ടിയിട്ട് തിരിച്ച് മുഹമ്മദ് ബിൻ അബ്ദുല്ല എന്ന് എഴുതാൻ നിർദ്ദേശിക്കുകയും ചെയ്യുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മക്കം ഫത്ഹിന് വേണ്ടിയുള്ള ദീർഘമായൊരു വീക്ഷണം ഈ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ സ്വഹാബത്തുൽ കിറാമിന് അത് കൃത്യമായി മനസ്സിലാകാത്തതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഭൂരിപക്ഷം സ്വഹാബികളും അള്ളാഹുവിന്റെ റസൂലിനോട് ഇതിന്റെ അതൃപ്തി രേഖപ്പെടുത്തുന്നത് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. അവസാനം ഉടമ്പടി കഴിഞ്ഞ അള്ളാഹുവിന്റെ റസൂൽ സഹാബത്തുൽ കിറാമിനോട് പറഞ്ഞു, നമുക്ക് തിരിച്ചു പോകാം, നിങ്ങൾ എല്ലാവരും തഹല്ലുലാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു ഉടമ്പടി ചെയ്തതിൽ അതൃപ്തരായ സഹാബത്തുൽ കിറാം ഒരാളും എഴുന്നേറ്റില്ല. അവസാനം അള്ളാഹുവിന്റെ റസൂൽ തന്നെ എഴുന്നേൽക്കുകയും ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ തങ്ങളുടെ ഹദിയ അറുക്കുകയും തങ്ങൾ മുടികളഞ്ഞ് തഹല്ലുലാവുകയും ചെയ്തതിനു ശേഷമാണ് മറ്റുള്ള സഹാബികൾ അതിന് തയ്യാറായത്. അവിടെ നിന്ന് ചരിത്രപ്രസിദ്ധമായ ഹുദൈബിയ ഉടമ്പടിക്ക് ശേഷം ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ സ്വഹാബത്തുമായി മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്.